ചേട്ടനെ കൊടുക്ക. വണ്ടി ചേട്ടൻ ഓടിക്ക. ലേണേഴ്സ് നാളെയല്ലേ കിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് മതി റോട്ടിലോട്ട് ഇറങ്ങുന്നത്. ഈ ഗ്രൗണ്ടിലുള്ള പഠിത്തം പിന്നെ പോട്ടേന്ന് വെക്കാം. പറ്റില്ല പറ്റില്ല, അതൊന്നും പറ്റത്തില്ല. എന്റെ സാറ് ഡ്രൈവിങ്ങിന് ആദ്യം വേണ്ട എന്താണെന്ന് അറിയോ? ധൈര്യം, മനക്കെട്ടി. കാറല്ല എയറോപ്ലെയിൻ ആയാലും ഞാൻ കൂളായിട്ട് ഓടിക്കും എന്ന ഉറപ്പ് മനസ്സിലുണ്ടായാ മതി. നിനക്ക് പേടിയാക്കി ഇങ്ങോട്ട് മാറ്. കാറ് ഞാൻ ഓടിക്കാം. താഴെ ഒരു ചവിട്ട്, സൈഡിലെ കമ്പി പിടിച്ച് മേളോട്ടും താഴോട്ടും രണ്ടാക്ക്, വളയം പിടിക്കും ഒരു തിരിക്കല്. അത്ര തന്നെയാണ് ഈ ഓടിക്കല്. മാറിങ്ങോട്ട് നീ. വേണ്ട, കാർ വിശ്വട്ടിന് എടുത്തോളൂ. വിശ്വട്ട കാർ എടുത്തേ. സാറിന് പേടിയാ? പിന്നെ പേടി നിന്റെ അളിയനാ. എന്റെ വിശ്വട്ടിന് ഇതുപോലെ 50 കാർ ഓടിക്കും ഒരേ സമയം. 50 കാറ്. വിശ്വട്ടാ ചമ്മിക്കരുത്, കാർ എടുക്ക്. എനിക്ക് ദേഷ്യം വന്നോണ്ടല്ലോ ഞാൻ വണ്ടി ഓടിക്കും. വേണ്ട വേണ്ട, വിശ്വട്ടിന് ഓടിക്കും. കേറ് വിശ്വട്ട. അങ്ങോട്ട് കേറാ. നീ കയറി അങ്ങോട്ട്. ഞാനിത് അത്ര കണ്ടതാ. അയ്യോ, ചാടുന്ന കാറോ? അയ്യേ, സാറിന് ഇത്രയും പറഞ്ഞിട്ട് മനസ്സിലായില്ലേ? വിശ്വട്ടിനെ ശാസിക്കാൻ ഇവിടെ ഞാനുണ്ട്. വിശ്വട്ട, സകല ദൈവങ്ങളെ മനസ്സിൽ ധ്യാനിച്ച് കാറെടുത്തേ. അത് തന്നെ ധൈര്യമായിട്ട് നിനക്ക് വൈകി പറ, ഞാൻ ഓടിക്കാൻ കാറ്. മിണ്ടാതിരിക്കാം. കൊല്ലിക്കാനാണോ ഇതിനകത്ത് പിടിച്ചടച്ചത്? എന്റെ അമ്മാവ് വെറുതെ വിശ്വട്ടിന് ടെൻഷൻ കെട്ടിക്കാതെ. വിശ്വട്ടിന് ഓടിക്കും. വിശ്വട്ട സൂക്ഷിച്ച്, വളരെ സൂക്ഷിച്ച് ഓടിച്ചാ മതി. സാറേ ഫസ്റ്റ് ഗിയർ ഇട്, പയ്യെ പയ്യെ ഫസ്റ്റ് ഗിയർ ഇട്ട് ക്ലച്ച് പയ്യെ വിട്ട് ആക്സിലേറ്റർ കൊടുത്താ മതി. അങ്ങനെ നാണം കെടുത്തല്ലേ വിശ്വട്ട? പയ്യെ അങ്ങനെ പോട്ടെ. മതി. അത് തന്നെ. ഭഗവാനെ കാത്തോണേ. അയ്യോ, ഇങ്ങോട്ടിറങ്ങ. ലൈസൻസ് എടുക്ക. ചേട്ടാ, അല്ല സാറേ, അത് വളരെ പെട്ടെന്നൊരു യാത്ര വേണ്ടി വന്നതുകൊണ്ട് ലൈസൻസ് എടുക്കാൻ പറ്റിയില്ല. അതെ സാർ, വിശ്വനാഥന്റെ പേരിൽ ഒരു 3-5 ലൈസൻസ് ഉണ്ട്. ഇല്ല, എനിക്ക് ലൈസൻസ് കിട്ടിയിട്ടില്ല സാർ. അപ്പോൾ ലൈസൻസ് ഇല്ലാതെ ഡ്രൈവ് ചെയ്യാം. പെറ്റി അടക്കണം 500 രൂപ. പെട്ടിയോ? അയ്യോ രമേശ, എന്റെ രൂപയുള്ളൂ. ഉള്ളത് മതി, ഇങ്ങോട്ട് വരണേ സാർ. സാർ, ഞാൻ പറയുന്നൊന്ന് കേക്കണേ. എന്റെ വിഷയട്ട് ശുദ്ധനാ, പാവാ, ഭയങ്കര എളിമയാ. ലൈസൻസ് ഉണ്ടെങ്കിലും ഇല്ലെന്ന് പറഞ്ഞു കളയും. ഇതിപ്പോ 5ാമത്തെ തവണയാ. സാർ, ഇതിരിക്കട്ടെ. എന്താ ഇത്? കൈക്കൂലി. ഇത് 20 രൂപയുണ്ട്. ആ വണ്ടി ഓടിക്കുന്ന ചേട്ടനോട് ബാക്കി കൊടുത്തേക്കണേ. ഇവരുടെ പേര് കേസ് ചെയ്തേ. അത് ശരി, കാശ് കുറഞ്ഞു പോയല്ലേ? ഒരു 50 രൂപ എന്റെ കയ്യിലുണ്ട്. സാർ പ്ലീസ് ക്ഷമിക്കണം. ഇവരറിവില്ലായ്മ കൊണ്ട് കാണിച്ച് തോന്നിയാൽ ക്ഷമിക്കണം. ഞാൻ കാണിച്ചത് തെറ്റാ. ലേണേഴ്സിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. 2 ദിവസത്തിനകം ശരിയാവും. അതിന്റെ ഒരു ധൈര്യത്തിലാ വണ്ടി ഓടിച്ചത്. ഫൈൻ അടച്ചേക്കാം. ഇനി ഇതുപോലെ എങ്ങാനും ആവർത്തിച്ചാൽ ഇല്ല സാർ. അപ്പൊ ഇത് വേണ്ടല്ലേ? താങ്ക് യു സാർ. ശരി സാർ, താങ്ക് യു. വണ്ടി എടു. പോയി പറയും. എത്ര പെട്ടെന്ന് വീട്ടിലെത്തിയുണ്ടോ? ഒന്ന് വേഗം പോവണ്ടേ രമേശ? കിട്ടോ.